ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ 6 എന്നാണ് പ്രഖ്യാപനമുണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന്. 11 രണ്ടാം ഘട്ട വോട്ടെടുപ്പും നവംബർ 14 വോട്ടെണ്ണൽ നടക്കുക എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കിരണ്, 2 ഘട്ടമായി എന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുന്ന വിവരങ്ങൾ? അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ ആകമാനം ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ അടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ സംസ്ഥാനം കൂടിയാണ്. 40 ലോക്സഭാ സീറ്റുകളുള്ള 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമായും കോൺഗ്രസും BJPയും 2 മുന്നണിയിലായി നിന്നുകൊണ്ട് മഹാഗഠബന്ധന്റെ ഭാഗമായി കോൺഗ്രസും RJD നിൽക്കുമ്പോൾ മറുഭാഗത്ത് JDUവും BJPയും നിൽക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഇന്ത്യയെ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയാണ്. 2 മുന്നണികളും വളരെ നേരത്തെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് തീയതിക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ 2 പാർട്ടികളുടെയും 4 പ്രധാനപ്പെട്ട പാർട്ടികളാണുള്ളത്. ഒന്ന് BJPക്കൊപ്പമുള്ള JDU, അതോടൊപ്പം തന്നെ RJD, അതോടൊപ്പം തന്നെ കോൺഗ്രസ്, മറ്റ് CPI MLും അതോടെ CPM CPI തുടങ്ങിയ പാർട്ടികൾ, LJP തുടങ്ങിയ പാർട്ടികൾ, MVH, അങ്ങനെ നിരവധി ചെറുകിട പാർട്ടികളും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടി, ബീഹാറിൻ്റെ 2 പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് RJD, ലാലു പ്രസാദ് യാദവ് നയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ തേജസ്വി യാദവ് നയിക്കുന്ന പാർട്ടി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായി നിന്നത് അത് നിതീഷ് കുമാർ, ബീഹാറിൻ്റെ ചരിത്രത്തിലെ 2ാമത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന, എണ്ണത്തിൽ എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ പല മുന്നണിയുടെ ഭാഗമായും പലതവണ മുന്നണികൾ മാറിയുമൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിൻ്റെ JDU ആണ്. ഈ 2 പാർട്ടികളാണ് ബീഹാറിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ. JDUവിൻ്റെ സഖ്യകക്ഷിയായി ദീർഘകാലം ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് BJP ആണ്. നിലവിൽ BJPയും JDUവിനൊപ്പവും, അല്ലെങ്കിൽ ലോക്സഭയിൽ JDUവിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടിയും എണ്ണത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വളർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലൊക്കെ ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോഴും RJDക്ക് ആ മേൽക്കൈ ഉണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന പാർട്ടി RJD ആണ്. ലാലു പ്രസാദ് യാദവ് നയിച്ചിരുന്ന, ഇപ്പോൾ തേജസ്വി യാദവ് നയിക്കുന്ന പാർട്ടി. അവർക്കൊപ്പമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിൽക്കുന്നത്. ആ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന മുന്നണിക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതോടൊപ്പം CPI ML കഴിഞ്ഞ തവണ 11 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടി കൂടിയാണ്. അവിടെ ML പാർട്ടികൾക്ക് ആ തരത്തിലേക്കുള്ള സ്വാധീനമൊക്കെ പല മേഖലകളിലും ശക്തമായി തന്നെയുണ്ട്. CPMന് അവിടെ കഴിഞ്ഞ തവണ 3 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. CPI ഉണ്ട്. കേരളത്തിൽ കൂടി മലയാളികൾ കൂടി കൂടുതൽ പരിചിതമായ അത്തരം പാർട്ടികൾ കൂടി സ്വാധീനമുള്ള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. അതുകൊണ്ട് മലയാളിക്ക് ആ തരത്തിൽ കൂടി ഒരു പ്രത്യേക താല്പര്യമൊക്കെ കാണുമെന്നാലും ഈ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും അവസാനം നടന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് അവിടെ മഹാഗഠബന്ധന്റെ നേതൃത്വത്തിൽ തേജസ്വി യാദവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും നേരിട്ട് നയിച്ച യാത്രയായിരുന്നു. ആ യാത്രയിലാണ് അവസാനം മഹാഗഠബന്ധന്റെ ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി വന്നത്. NDAയുടെ ഭാഗത്തു നിന്ന്, BJPയുടെയും JDUവിൻ്റെയും ഭാഗത്തു നിന്ന് NDAയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത റാലികളും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനങ്ങളും ഒക്കെ നടന്നു. എന്തായാലും നമുക്ക് മുൻ വർഷവും അതിനു മുൻപത്തെ തവണയും ഒക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ കണക്കുകൾ, ബീഹാർ എങ്ങനെയാണ് വിധി എഴുതിയത് എന്നത് മാജിക് വാൾ എന്ന നമ്മുടെ ന്യൂസ് സൈറ്റിൻ്റെ പ്രത്യേക ഒരു മാജിക് വാൾ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അറിയാൻ കഴിയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് 2010-ലാണ്, 2020-ലാണ്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 125, മഹാഗഠബന്ധൻ 110 എന്നാണ്. LJPക്ക് കിട്ടിയത് ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ നയിക്കുന്ന പാർട്ടി, അതിന് 7 സീറ്റുകളും മറ്റുള്ളവർക്ക് 1 സീറ്റും എന്നുള്ളതായിരുന്നു അവസ്ഥ. എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല ബീഹാറിലെ അവസ്ഥ. മഹാഗഠബന്ധനായിരുന്നു അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. മഹാഗഠബന്ധൻ എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും JDUവും നിതീഷ് കുമാറിൻ്റെ JDUവും ഒരുമിച്ച് കോൺഗ്രസും CPI MLും എല്ലാം ഒരുമിച്ചാണ് മത്സരിച്ചത്. പിന്നീടാണ് JDU ഈ മുന്നണി മാറി വീണ്ടും BJPക്കൊപ്പം ചേരുകയും JDU മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരുകയും ഒക്കെ ചെയ്തത്. ഈ ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ഉപമുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്ന തേജസ്വി യാദവ് ആണെങ്കിൽ പിന്നീട് ഉപമുഖ്യമന്ത്രിമാരായി വന്ന ആ മുന്നണിയിൽ നിന്ന് സഖ്യം മാറി വീണ്ടും BJPയിലേക്ക് മടങ്ങിപ്പോയി. അതിനു മുമ്പും
BJP സഖ്യത്തിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുൻ തവണ ഉണ്ടായിരുന്ന 2015 കാലത്തും സമാനമായ രീതിയിൽ തന്നെ ഒരു മുന്നണിയിൽ മത്സരിച്ചിട്ട് ആ മുന്നണിയിൽ നിന്ന് മാറി തിരിച്ച് മഹാഗഡ്ബന്ധനൊപ്പവും വീണ്ടും മഹാഗഡ്ബന്ധനിൽ നിന്ന് NDAയിലേക്കും ഒക്കെ പലതവണ ചാടിക്കളിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ബീഹാറിൻ്റെ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷത്തിലേറെ കാലം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന നിതീഷ് കുമാർ. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്ക് ഇപ്പോഴത്തെ അവസാനത്തെ കണക്ക് ഇങ്ങനെയാണ്. മഹാഗഡ്ബന്ധന് RJD 75 സീറ്റ്. കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞത് തേജസ്വി യാദവ് നയിക്കുന്ന RJDക്കാണ്. 75 സീറ്റുകളിലാണ് ജയിച്ചത്. കോൺഗ്രസ് 19 സീറ്റുകൾ, 70ഓളം സീറ്റുകൾ മത്സരിച്ചിട്ട് കോൺഗ്രസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ആ മുന്നണിയിലെ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ്. 19 സീറ്റുകൾ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. CPI-MLന് 11 സീറ്റുകളാണ് ജയിക്കാൻ കഴിഞ്ഞത്. CPM-ന് 3 സീറ്റുകളും CPIക്ക് 2 സീറ്റുകളുമാണ് ജയിക്കാൻ കഴിഞ്ഞത്. മറുഭാഗത്ത് ഇനി നമുക്ക് NDAയുടെ കണക്ക് കൂടി നോക്കാം. NDAയുടെ കണക്ക് ഏറ്റവും അവസാനത്തെ കണക്ക് ഇങ്ങനെയാണ്. BJPക്ക് 74 സീറ്റുകൾ, 43 സീറ്റാണ് JDU. ഈ 43 സീറ്റുള്ള JDUവിൻ്റെ നേതാവായ നിതീഷ് കുമാർ തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി എന്നതും ഒന്നാമത്തെ പാർട്ടിയായിരിക്കുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ആകെ പാർട്ടികളുടെ എണ്ണം വരുമ്പോൾ 4ാമത്തെ പാർട്ടിയായി നിൽക്കുമ്പോഴും JDUവിൻ്റെ നേതാവ് എന്ന നിലയ്ക്കും ബീഹാറിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് അല്ലെങ്കിൽ അംഗീകാരമുള്ള നേതാവ് എന്ന നിലയ്ക്കൊക്കെ തന്നെ നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അവിടെ HAM-ന്റെ 4 സീറ്റുകളും അതോടൊപ്പം VIP-ക്ക് 4 സീറ്റുകളുമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുൻ വർഷത്തെ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അത് 2020 ശേഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് 2015-ലാണ്. 2015-ലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഇതാണ്. അന്ന് അവിടെ 2015 തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ചിത്രത്തിലേക്ക് വരാം. NDAക്ക് 125 സീറ്റും മഹാഗഡ്ബന്ധന് 110 സീറ്റുകളുമാണുള്ള. മറ്റുള്ളവർക്ക് 6 സീറ്റും. LJP 2. LJP ലോക്സഭയുടെ കാലത്ത് ലോക് ജനശക്തി പാർട്ടി പലപ്പോഴും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന പാർട്ടി NDAയ്ക്കൊപ്പമാണ്. NDAയിൽ കേന്ദ്രമന്ത്രിസഭയിലൊക്കെ അംഗമായിരിക്കുമ്പോഴും പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള രീതിയാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. എന്തായാലും അന്ന് NDAയുടെ സീറ്റ് നോക്കാം. NDAയുടെ സീറ്റ് ഉണ്ടായിരുന്നത് JDUവിന് 71 സീറ്റുകളും BJPക്ക് 53 സീറ്റുകളും. നമ്മൾ ശ്രദ്ധിക്കണം, JDU ആയിരുന്നു അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. ഇത് 2015 കണക്കാണ്. 2015 കണക്കിലും 2015 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കിൽ ഒന്നാമത്തെ പാർട്ടി JDUവും രണ്ടാമത്തെ പാർട്ടി ആ സഖ്യത്തിൽ രണ്ടാമത്തെ പാർട്ടി BJPയുമായിരുന്നു. BJPക്ക് 53 സീറ്റാണ്. അവിടെ നിന്നാണ് BJP ഒന്നാമത്തെ പാർട്ടിയാവുകയും JDU രണ്ടാമത്തെ പാർട്ടിയായി മാറുകയും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടായത്. ഇനി നമുക്ക് അവിടുത്തെ മഹാഗഡ്ബന്ധൻ്റെ സീറ്റ് കൂടി പരിശോധിക്കാം. മഹാഗഡ്ബന്ധന് 110 സീറ്റുകളാണ്. RJDക്ക് 80 സീറ്റ്. അപ്പോഴും നമ്മൾ ആലോചിക്കണം, ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും മികച്ച പെർഫോമൻസ് ബീഹാറിൽ നടത്തിയ പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനതാദളാണ്. ലാലു പ്രസാദ് യാദവ് നയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന പാർട്ടിയാണ്. അവർ 80 സീറ്റുകൾ ജയിച്ചു. കോൺഗ്രസ് 27 സീറ്റുകളിലും CPI-ML 3 സീറ്റുകളും. ഇതേ CPI-ML ലിബറേഷനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 11 സീറ്റുകളിലായി അവരുടെ സീറ്റ് നില വർദ്ധിപ്പിച്ചത്. CPM-നും CPI-ക്കും 0 സീറ്റുകൾ വീതമായിരുന്നു കഴിഞ്ഞതിന്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രഖ്യാപനമായി കഴിഞ്ഞു. 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നവംബർ 6-ഉം 11-നും 14-ന് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം മുമ്പാണ് ജ്ഞാനേഷ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, വാർത്താ സമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷവും മറ്റും ഒറ്റക്കെട്ടായി BJPയും ആവശ്യപ്പെട്ടിരുന്നു ഈ 2 ഘട്ടമായി നടത്തണമെന്നുള്ളത്. ഒപ്പം പൂജയ്ക്ക് ശേഷം, ഛാട്ട് പൂജയ്ക്ക് ശേഷമായിരിക്കണം തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരുന്നു. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രഖ്യാപനം.